ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. നിലമ്പൂർ നഗരസഭയിലെ പയ്യമ്പള്ളി ആരോഗ്യ ഉപകേന്ദ്രം ജനകീയാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി. മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് രാവിലെ മുതൽ മലപ്പുറത്ത് വിവിധ പരിപാടികൾ നടന്നു വരികയാണ്. 46 പരിപാടികൾ. ബഹുമാനപ്പെട്ട MLA-മാർ വിവിധ ഇടങ്ങളിൽ നിന്ന്, ഇപ്പോൾ കാളികാവിൽ അവിടെ നമ്മുടെ CHCA ആരോഗ്യ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുകയാണ്. വണ്ടൂരിൽ ബഹുമാനപ്പെട്ട AP അനിൽകുമാർ MLA-യുടെ മണ്ഡലത്തിൽ. അവിടെ തന്നെ തിരുവാലിയിലും CHCA ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രമായി, അതും പ്ലാൻ ഫണ്ട് തന്നെയാണ്. 37 ലക്ഷം രൂപ. PHCA FHC ആയിട്ട് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തുന്നത് നിലമ്പൂരിൽ 15 ലക്ഷം രൂപ ഉപയോഗിച്ച് അമരമ്പലത്ത്. അതുകൂടാതെ ബഹുമാന്യനായ ശ്രീ P അബ്ദുൽ ഹമീദ് MLA-യുടെ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ അവിടെയും PHCA FHC ആയി ഉയർത്തുകയാണ്. 18.5 ലക്ഷം രൂപയാണ് ഉപയോഗിക്കുന്നത്. അവിടെ 15.5 ലക്ഷം രൂപ സർക്കാരും LSDയുടെ 3 ലക്ഷം രൂപയും ഉണ്ട്. അത് കടലുണ്ടി നഗരം FHC ആണ്. അപ്പൊ ഈ പദ്ധതികളും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമായ അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. ആരോഗ്യ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഏതൊരു മേഖല എടുത്തു നോക്കിയാലും ഇന്ത്യയിൽ നമ്പർ 1 ആയി നിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ ആരോഗ്യസ്ഥിതി നിങ്ങൾക്കും എനിക്കൊക്കെ വളരെ നന്നായിട്ട് അറിയുന്നതാണ്. നമ്മുടെ ഒരു സിസ്റ്റം തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്ക് മാതൃകയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കോവിഡ് കാലത്ത് അത് നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും മറ്റുള്ള സംസ്ഥാനങ്ങളല്ല മറ്റുള്ള രാജ്യങ്ങൾ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനം കണ്ടതുമാണ്. അത് കേവലം ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ നേടിയെടുത്തതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ PHC ആണെങ്കിലും ഫാമിലി ഹെൽത്ത് സെന്റർ ആണെങ്കിലും താലൂക്ക് ആശുപത്രി ആണെങ്കിലും ജില്ലാ ആശുപത്രി ആണെങ്കിലും മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഒക്കെ തന്നെ ഒരു സിസ്റ്റം വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ തരത്തിലുള്ള മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിന്നൊരു ചെറിയ പനി വന്ന നമ്മുടെ അടുത്ത് ഇത്തരത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. അവിടെ ഡോക്ടർമാരുണ്ട്, അവിടെ നഴ്സുമാരുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത? നമ്മുടെ ഓരോ കാലാവസ്ഥക്കനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഭക്ഷണക്രമത്തിനനുസരിച്ച് അല്ലാതെ ഓരോ ടെറിട്ടറി ഓരോ ഭാഗത്തിനനുസരിച്ച് കഴിക്കുന്ന ഭക്ഷണവും അസുഖങ്ങളും പനിയാണെങ്കിലും അതുപോലെ മഴയാണെങ്കിലും ഒക്കെ ഏത് തരത്തിലുള്ള അസുഖങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഭാഗത്ത് വന്ന ആളുകൾക്ക് വരുമെന്നുള്ളത് ശരിക്കും ഡോക്ടർമാർക്ക് അറിയാം. അവർക്കത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് വരില്ല, മരുന്ന് നൽകാൻ ബുദ്ധിമുട്ട് വരില്ല. എന്നാൽ നമ്മുടെ ആളുകളൊക്കെ ഇപ്പൊ തന്നെ വളർന്ന് നമുക്കെല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് നീങ്ങണം. നമുക്കെല്ലാം സാധാ ഒരു MBBS ഡോക്ടറെ കാണുന്നത് വളരെ കുറവാണ്. ആളുകൾ PG എടുത്ത് അല്ലെങ്കിൽ അതിൽ മുകളിൽ ഡിഗ്രി എടുത്ത് ഡോക്ടർമാരെ കാണുന്നതിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കഴിഞ്ഞ 8-9 വർഷം കൊണ്ട് നമ്മുടെ ആശുപത്രികളിൽ ഉണ്ടായ മാറ്റം വളരെ വലുതാണ്, ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു. PM ബഷീർ, UK ബിന്ദു മോഹൻ, ഷെർലി മോൾ, അരുൺദാസ്, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, KT കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. കക്കാടൻ റഹീം സ്വാഗതവും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.
മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്ട്രി ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ്. വരൂ ഈ വിസ്മയ വിരുന്നിലേക്ക്. നിങ്ങൾക്കേവർക്കും സ്വാഗതം. Charitra Vivag Bridal Collections by Shobhika Weddings.